എന്തൊരു കുടുംബാന്നടോ, എന്തൊരു കുടുംബാന്ന്. തന്തിയും തള്ളക്കും പോയിട്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ. നാണംകെട്ട വർഗ്ഗങ്ങള്. 20കാരിയായ ബികോമിന് പഠിക്കുന്ന മകള് വയറും വീർപ്പിച്ച് 10 മാസം നിന്നിട്ടും താനൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാടോ തന്തിയും തള്ളിയാന്ന് പറഞ്ഞ് നിൽക്കുന്നത്? പോയി നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വിളിക്കാൻ കഴിയില്ല. ഒരു വീട്, ഒറ്റമുറി വീടാണ്, ഒരു അടുക്കളയും ഒരു ബെഡ്റൂമും മാത്രമാണുള്ളത്. അവിടെയാണ് അച്ഛനും അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും പിന്നെ അതുകൊണ്ട് ഒരു അനുജത്തിയും ഈ സ്ത്രീയും എല്ലാവരും താമസിക്കുന്നത്. എന്നിട്ടും 10 മാസം മകള് ഗർഭിണിയായ വിവരം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവള് പ്രസവിച്ച് കുട്ടീനെ കളഞ്ഞതറിഞ്ഞിട്ടില്ല. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്തൊരു കുടുംബാന്നടോ. ഇതെല്ലാം നമ്മുടെ മലയാളികളാണോ? നമ്മളൊക്കെ കേരളത്തിൽ തന്നെയാണോ? ഇതൊക്കെ കേൾക്കുമ്പോഴും ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ നാട്ടിൽ പോയ പോലെയുണ്ട്. എല്ലാ മാരണങ്ങളും വന്ന് അടിയുന്നത് കേരളത്തിൽ തന്നെയാണല്ലോ. ഈടെയായിട്ട് എല്ലാ സംഭവവും വന്നിട്ട് എല്ലാവർക്കും വേണ്ടത് ഇവിടെ മാറ്റങ്ങൾ, എല്ലാത്തിനും മാറ്റങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എന്ത് തെണ്ടിത്തരവും ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല എൻ്റെ സുഹൃത്തുക്കളെ. പത്തനംതിട്ടയിൽ നടന്നൊരു സംഭവമാണ്. അവിടെ 20കാരി പ്രസവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ എടുത്തിട്ട് വലിച്ചെറിയുകയും ചെയ്തു. ഇവിടെ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ മുഴുവൻ അമ്പലങ്ങളിലും ആശുപത്രികളിലും ഇങ്ങനെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ആലോചിച്ചോണം, ഒരു കുഞ്ഞുണ്ടായിട്ടും കൂടി അതിനെ കളയേണ്ടി വന്നത്. അപ്പം ഇതിനൊരാളുണ്ടാവില്ലേ? അതായത് ഈ കുഞ്ഞ് വെറുതെ അങ്ങനെ വരൂലല്ലോ, ഏതെങ്കിലും ഒരുത്തനുണ്ടാവുമല്ലോ. അവൻ എവിടുത്തുകാരനാണ്, അവൻ എന്തായിരുന്നു സംഭവം, അതൊക്കെ കൃത്യമായിട്ട് വെളിയിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവൻ്റെ ഫോട്ടോ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു വെക്കണം. ഇവനെ സൂക്ഷിച്ചോ, ഇവൻ പത്തനംതിട്ടയിൽ 20കാരിനെ ഗർഭിണിയാക്കിയവനാണ്. കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ ഇതുപോലൊരു കേസ് നമ്മൾ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കേൾക്കും. അന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പണ്ട് പത്തനംതിട്ടയിൽ നിന്നും പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയവനാണ് ഇവൻ എന്ന് നമ്മൾ പറയും. അതാണ് നമ്മുടെ നാട്ടിൽ പകുതിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അടുത്ത കേസ് വരുമ്പോൾ എന്താ പറയാന്നറിയാം, ഇതിൻ്റെ പേരിൽ അവൻ 4 മാസം ജയിലിലായിരുന്നു, അതിനുശേഷം അവന് ജാമ്യം കിട്ടിയിട്ട് പുറത്തു വന്നിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത് എന്നാണ് എല്ലാവരും പറയുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനെ പോലെയുള്ള ആൾക്കാരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പിടികൂടണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, അതായത് ഈ ബികോമിന് പഠിക്കുന്ന 20കാരിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടാവുമല്ലോ, എല്ലാം തിരിച്ചറിയാനുള്ള പ്രായം തന്നെ ആയിട്ടില്ലേ. അതായത് ഇത്രയും ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചൂടെ? എന്നാലെങ്കിൽ അച്ഛനും അമ്മയും ഇങ്ങനെ നാണം കെടുത്തണ. പിന്നെ അച്ഛനമ്മമാർ നല്ലവരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതായത് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും തന്നെയാണ്. ഒരു ശ്രദ്ധ വേണ്ടേ? അതായത് ഒരു അമ്മയ്ക്കൊരു ശ്രദ്ധ വേണ്ടേ? ഒരു പെൺകുട്ടി ഇതാ ഗർഭിണിയാണെങ്കിൽ അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എന്തെങ്കിലും ഒന്ന് അറിയിച്ചിട്ടുണ്ടാവൂലേ? ഇല്ലെങ്കിലും നോക്കണ്ടേ? ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വയറൊട്ടിയിരിക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അച്ഛനമ്മമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് വെറും ഒരു വസ്തു മാത്രമായിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അതായത് പഴയ അച്ഛനമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കുറവായിരിക്കുമേ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാം, ഞങ്ങളെ പഠിപ്പിക്കണ്ട, ഞങ്ങൾക്കറിയാം. ഏതെങ്കിലും ഒരു കുട്ടിയോട് സംസാരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ഫോൺ വരുമ്പോഴോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, മോളെ അതാരാന്ന്, നിൻ്റെ ആരെങ്കിലും ആണെന്ന് ചോദിക്കുമ്പം അച്ഛനിൽ ഇടപെടണ്ട, ഇത് ഇപ്പോഴത്തെ തലമുറയാണ്, ഇത് പണ്ടത്തെ തലമുറയല്ല, നിങ്ങൾ ജനിച്ചതുപോലെയല്ല നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കാണാതെ വളർന്നതാണ്, ഇല്ലെങ്കിൽ ആണുങ്ങളെ കാണാതെ വളർന്നതാണ്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, നമ്മൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, നമ്മൾ പരസ്പരം ഓക്സിജൻ കൊടുക്കും, ഇതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും തന്തമാരെയും തള്ളമാരെയും പറ്റിക്കാറുണ്ട്. അപ്പം അതുപോലെ എന്തോ ഒരു സംഭവമാണ് ഈ പത്തനംതിട്ടയിൽ നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഈ കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കോളേജിൽ പോകുന്നതിന് പകരം ഇങ്ങനെ കറങ്ങാൻ പോയിട്ടുണ്ടാകും. നമ്മൾ കാണുന്നില്ലേ, ഏതെങ്കിലും ഒരു കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് പോയി കഴിഞ്ഞാൽ ഓക്സിജൻ കൊടുക്കുന്ന ഒരുപാട് എണ്ണമുണ്ട്. ഓക്സിജൻ മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു കടപ്പുറത്തിൻ്റെ സൈഡിലൂടെ പോകുമ്പം ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിരനിരയായി നിർത്തിയിട്ടുണ്ടാകും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പലതും കാണാൻ കഴിയും. ഇനി ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനി എൻ്റെ കഴുത്ത് കയറണ്ട, ഞാൻ കണ്ട കാര്യമാണ് പറയുന്നതായിരുന്നു. ഞാൻ കണ്ടിന് കൃത്യമായിട്ട്, നിങ്ങൾക്കറിയാലോ എൻ്റെ വീഡിയോ മുഴുവൻ കടൽ തീരത്തും പാർക്കിലും വന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഇനിയിപ്പോൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയിട്ട് നോക്കാനും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്തയും തള്ളിയല്ലേ അന്വേഷിക്കേണ്ടത്. ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിൽ വരെ വരുന്നുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, യൂണിഫോമിൽ വരെ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ പ്രസവിക്കുമ്പോൾ മാത്രമേ അച്ഛനും അമ്മയും അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ മക്കളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കരുത്. വല്ലപ്പോഴുമൊക്കെ അവരറിയാതെ അവരുടെ പുറകെ പോകണം. അമ്മമാർ വെറും പുട്ടും കടലും ഉണ്ടാക്കിയാൽ മാത്രം പോരാ. നിങ്ങൾ രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ പോയ വഴിയെ നിങ്ങളൊന്ന് പോകുക.
അവൾ സ്കൂളിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വേറെ ഡ്രസ്സ് മാറിയിട്ട് ആരുടെയെങ്കിലും കൂടെ പോകുന്നുണ്ടോ എന്ന് വിചാരിച്ച നാളെ തന്നെ നിങ്ങളുടെ മക്കളെ നിരീക്ഷിക്കണം എന്നല്ല പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സംഭവിക്കത്തില്ല. ഞങ്ങളുടെ കുട്ടികൾ ഡീസൻ്റാണ്, ഞങ്ങൾ അങ്ങനെയല്ലേ വളർത്തിയത്, ഞങ്ങൾ അങ്ങനെയല്ലേ ജീവിച്ചത്. ഈ ഒരു ചിന്ത നിങ്ങൾ മാറ്റിവെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നാണം കെട്ടു. ഇനി പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കൊലപാതകമാണെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അതാണ് നിങ്ങൾ ആലോചിക്കുക. ഒരു കുടുംബം മൊത്തം തകർന്ന് തരിപ്പണായില്ലേ. ഇനിയിപ്പോൾ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരുദോഷമായി. അതുപോലെ അനുജത്തിക്കുട്ടിക്ക് ഇനി ഒരു കല്യാണാലോചന നല്ലത് വരുമോ? ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾക്കൊന്നും ആവില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയല്ലേ വളർത്തിയത്. ആ ചിന്താഗതി നിങ്ങൾ വെടിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വളരെ ഡീസൻ്റ് ആണെങ്കിലും അവരെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീമുകൾ ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങുന്നുണ്ട്. അവന്മാർ പല അടവുകളും പ്രയോഗിക്കും. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA ABCD വരെ അവരുടെ കയ്യിലുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർക്കൊക്കെ കിട്ടുന്ന കാറുകളും ബൈക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ വില കൂടിയതാണ്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായത് ഓരോ സ്ഥലത്തുള്ള കാറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വിലയുള്ള സാധനമാണ്. 24 മണിക്കൂർ ജോലി ചെയ്താൽ നമുക്ക് പോലും അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ കാമുകന്മാർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ പൈസ? ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി യുവന്മാർ വല്ല വീഡിയോയും എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ടീമിൻ്റെ എടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോഴേ. നമ്മൾ കാണുന്നതൊന്നും അല്ല ലോകം. ഈ ചതിക്കുഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഉണ്ട്. അപ്പോൾ അവൻ എൻ്റെ ഭയങ്കരമാണ്, ഇവൻ എൻ്റെ ഭയങ്കരമാണ് എന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടികളെ നല്ല രീതിയിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ വിശ്വസിക്കാതെ ഒന്ന് അവരുടെ കൂടെയൊക്കെ ചെല്ലാം, അതുപോലെ അവരറിയാതെ ഒന്ന് പിന്തുടരാം. ഇതൊക്കെ ചെയ്യണം ഇന്നത്തെ കാലത്ത്. കാരണം എന്താണ്? അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അവർ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളെന്നും പുട്ടും കടലയും ദോശയും ചായ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും തിന്നിട്ട് നമുക്ക് എപ്പോഴും അവിടെ ജീവിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ തന്തയായാലും തള്ളയായാലും ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. പിന്നെ എന്താ വെച്ചാൽ 2-3 നില വീടുള്ളവരുണ്ട്, എല്ലാവർക്കും ഓരോ റൂമുള്ളവരുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് പിന്നെ കൊച്ചിയിൽ നടന്നൊരു സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ കുട്ടീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താരും കണ്ടിട്ടില്ല. ആ കുട്ടി എന്ന് പറഞ്ഞാൽ 10 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലാണ്. ആ കുട്ടീനെ ആരും ഇങ്ങനെ പുറത്തേക്ക് കണ്ടിട്ടേ ഇല്ല എന്നാണ് നാട്ടുകാർ വരെ പറയുന്നത്. അങ്ങനെയുള്ള വീടുകളുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർ ശ്രദ്ധയില്ല. അതാണ് വരുന്ന മോളെ ഭക്ഷണം കഴിക്കാൻ വരുന്നത്, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴെല്ലാവരും ഉറങ്ങുമ്പോഴും വന്ന് കഴിക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് വന്ന് കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നാണം കെടാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ സഞ്ചരിക്കുക, അവരറിയാതെ സഞ്ചരിക്കുക. കാരണം തന്തമാർക്ക് കഴിയില്ല, അവർ ചിലപ്പോൾ ഗൾഫിലായിരിക്കാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ 100 കൂട്ടം ജോലി അവർക്ക് ഉണ്ടാകാം. പക്ഷെ അമ്മമാർക്ക് കഴിയും. അമ്മമാർ വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വീട്ടിലെ പണിയെടുക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തുണി അലക്കലും മാത്രമാകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും. അതായത് നിങ്ങൾ ഒന്നിനെയും വിശ്വസിക്കേണ്ട. ഒരു കൂട്ടം തെമ്മാടികളുണ്ട് പെമ്പിള്ളേറെ പഴപ്പിക്കാനായിട്ട്. പ്രേമം, മറ്റേ മണ്ണാങ്കട്ടാൽ എന്ന ലൗചക്രം, അല്ലെങ്കിൽ മറ്റേത് എല്ലാം പറഞ്ഞിട്ട് കുറേ എണ്ണമുണ്ട്. ഞാൻ കൃത്യമായിട്ട് കണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തതാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ. നന്ദി, നമസ്കാരം. ലൈക്ക്, കമൻറ്റ് മറന്നുപോലെ. ബൈ ബൈ.